പണത്തിന്റെ കടുകട്ടിയെയാണ് അവിടെ അളന്നെടുക്കപ്പെടുന്നത്. വിഷ്ണുവിന് ഒരു തെറ്റ് പറ്റിയിരുന്നു. അവൻ നെഹ്റു എന്ന് ചെന്ന് ചേർന്നത് ഏറെ ആഗ്രഹങ്ങളോടെയായിരുന്നു. പക്ഷേ അവനിക്ക് അവിടെ നേരിടേണ്ടി വന്നത് ഒരു മാഫിയയായിരുന്നു. പണത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തെ ദുർവിനിയോഗം ചെയ്ത ഒരു കച്ചവട മാഫിയയെ. വിദ്യാഭ്യാസ കച്ചവടമെന്ന് കഴിഞ്ഞ ദിവസം സിറാജില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപാദിക്കുകയുണ്ടായി. ഇന്ന് കച്ചവട വിദ്യാഭ്യാസവും ലാഭ വിദ്യാഭ്യാസവും നഷ്ട വിദ്യാഭ്യാസവും ഉണ്ട്. ലാഭ വിദ്യാഭ്യാസം എന്നത് അത് സ്വാശ്രയ കോളേജുകളെ സൂചിപ്പിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാലത്ത് 25 വർഷങ്ങളായി ഇന്ന് കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്ക് ആന്റണി ഗവൺമെന്റ് അനുമതി കൊടുത്തത്. ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അനുമതി കൊടുക്കുമ്പോൾ അന്ന് സ്വാശ്രയ കോളേജുകളെ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് സേവന സജ്ജരായ സമൂഹത്തിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു തലത്തിൽ നിന്നായിരുന്നു. പക്ഷേ 25 വർഷം കഴിയുമ്പോഴേക്ക് സ്വാശ്രയ കോളേജുകളുടെ അവസ്ഥ വെറും പണത്തിന് വേണ്ടി മാത്രമായി. വിഷ്ണു ഒരു നല്ല കുട്ടിയായിരുന്നു. അവൻ നെഹ്റു കോളേജിൽ എത്തുമ്പോൾ അവൻ ആഗ്രഹിച്ചത് IAS കാരനാവാനായിരുന്നു. ഏറെ ഉന്നത സ്ഥാനങ്ങൾ അവനക്ക് പഠിച്ച് നേടാനുണ്ടെന്ന് അവൻ ധരിച്ചിരുന്നു. പക്ഷേ അവന് എത്തിപ്പെട്ട കോളേജിൽ അവനക്ക് അതിന് അനുമതി കൊടുത്തിരുന്നില്ല. അവനെ കോളേജ് മാനേജ്മെന്റ് കൊലപ്പെടുത്തിയത് ആത്മഹത്യ എന്ന് പറയപ്പെടുന്നു. ആത്മഹത്യ എന്നതല്ല, അവന്റെ മനസ്സിനെ കൊലപ്പെടുത്തിയത് കൊണ്ട് അവന്റെ മനസ്സിനെ അവൻ സ്വന്തം കൊന്നതാണ്. ഈ സാഹചര്യത്തിൽ വിഷ്ണു ആത്മഹത്യ ചെയ്തത് ഡിസംബറിൽ നടക്കേണ്ടിയിരുന്ന ഒരു എക്സാമിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവന് പ്രിൻസിപ്പലിനെ കണ്ടു എന്ന കാരണത്താലായിരുന്നു. പ്രത്യേക പിടിമുറി എന്ന പേരിൽ ആ കോളേജിൽ ഒരു റൂമുണ്ടത്രേ. ആ റൂമിൽ വെച്ചായിരുന്നത്രേ വിഷ്ണുവിനെ ശാരീരികമായും മാനസികമായും പരിക്കേൽപ്പിച്ചതിന്റെ മുറിവ് കൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് അവന്റെ കൂട്ടുകാർ പറഞ്ഞത്. ഈ മേഖലയിൽ ഇന്ന് വരെ ഒരു അന്വേഷണം ഉണ്ടാകാത്തത് ഒരു മാഫിയക്ക് പോലീസിന്റെ കൈകളിലും നിയമത്തിലും എത്രമാത്രം പിടിപാടുണ്ട് എന്നത് നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല 2004 ജൂൺ 22 അടൂർ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജിൽ രഞ്ജിനി S. ആനന്ദ് എന്ന വിദ്യാർത്ഥിനി കൊലപ്പെട്ടത് അമിതമായി ഫീസ് ചെലുത്തിയതിന്റെ പേരിൽ, സ്വന്തം കഴിവുകളെ തിരിച്ചറിയാതെ പണത്തിന്റെ കടുകട്ടി മാത്രം നോക്കിയതിന്റെ പേരിൽ, തങ്ങളുടെ കയ്യിൽ നിന്നും പണം ഈടാക്കിയതിന്റെ പേരിലായിരുന്നു രഞ്ജിനി S. ആനന്ദ് എന്ന വിദ്യാർത്ഥിനി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ചാടി മരിച്ചത്. അവരുടെ കഴിവുകളെയല്ല അവർക്ക് ആവശ്യം, മറിച്ച് അവരുടെ അടുത്തുള്ള പണത്തിന്റെ കടുകട്ടിയാണ്. ഇങ്ങനെയാണ് സ്വാശ്രയ കോളേജുകൾ സമൂഹത്തില്. അവർക്ക് പഠനമല്ല വേണ്ടത്, അവർക്ക് നല്ലൊരു പുതിയ തലമുറയല്ല വേണ്ടത്. അവർക്ക് ആവശ്യം പ്രതിബദ്ധതയുള്ള, സാമൂഹിക ബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെയല്ല, ഒരു പ്രൊഫഷണൽ കൂട്ടത്തെയല്ല, മറിച്ച് അവർക്ക് വേണ്ടത് പണത്തെയാണ്, പണത്തെ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തിപ്പോരുന്നത് വൻ വ്യവസായ സംഘങ്ങളാണ്. അവർക്ക് സാമൂഹിക രാഷ്ട്രീയ സംഘങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നത് അവരുടെ ആവശ്യത്തിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് കണ്ണൂർ ഇവരുടെ പണത്തോടുള്ള ആർത്തിയെ നമുക്ക് അളന്നു നോക്കുകയാണെങ്കിൽ കണ്ണൂരിലുള്ള വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പല കാരണങ്ങൾ പറഞ്ഞ് അവരിൽ നിന്നും പൈസ ഈടാക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ചിരിച്ചാൽ വരെ പൈസ ഈടാക്കുന്ന സ്വാശ്രയ കോളേജിൽ കേരളത്തിലുണ്ട് എന്നത് പകലറിയുന്ന രഹസ്യമാണ്. ചിരിച്ചാൽ പൈസ ഈടാക്കുന്ന ഈയിടെ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ പ്രചരിച്ച ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ലോഫിംഗ് എന്ന അക്ഷരം പോലും തെറ്റായ ലോഫിംഗ് എന്ന് എഴുതിയ ഒരു രസീത് 50 രൂപ ഈടാക്കി, ചിരിച്ചതിന് ഫൈൻ ഈടാക്കിയ ഒരു രസീതി. അത് സ്വാശ്രയ കോളേജുകളിൽ എത്രമാത്രം വിദ്യാർത്ഥിയെ ചൂഷണം ചെയ്യുന്നതിന്റെ പ്രതീകമാണ്. ഈ കോളേജിൽ, ഈ വിമൽ ജ്യോതി എന്ന കോളേജിൽ ഇതിന് മാത്രമല്ല പണം ഈടാക്കുന്നത്. അതുപോലെ തന്നെ ഷൂ ഇടായതിനും പെൺകുട്ടികളുമായി സംസാരിച്ചതിനും എല്ലാത്തിനും അവിടെ പണം ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 2012 ഈടാക്കിയതിന്റെ പേരിൽ മാത്രം 3 ലക്ഷം രൂപയാണ് അവിടുത്തെ മാനേജ്മെന്റ് സമ്പാദിച്ചത്. ഇത് 2014 അതിന്റെ ഇരട്ടി 6 ലക്ഷമായി. 2014 അത് 9 ലക്ഷമായി എന്നാണ് കണക്കുകൾ നമ്മുടെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രമാത്രം പണം ഈടാക്കുന്നതിൽ മാനേജ്മെന്റിൽ കാണിക്കുന്ന താല്പര്യം അത് പഠനത്തോട് കാണിക്കുകയാണെങ്കിൽ നല്ലൊരു വിദ്യാർത്ഥി സമൂഹത്തെ എന്നോ കേരളത്തിന് ലഭിച്ചിരുന്നു. മാത്രവുമല്ല അധിക സ്വാശ്രയ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? വിദ്യാർത്ഥി രാഷ്ട്രീയം ശരിക്കും സ്വാശ്രയ കോളേജുകളുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള പോക്കിന് തടസ്സമാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിലേക്ക് സ്വാശ്രയ കോളേജുകൾ എത്തിയിരിക്കുന്നത്.
മാത്രവുമല്ല വിഷ്ണു ഇന്ന് സംഭവിച്ചതായിരുന്നു. അവിടെ താൻ അവിടെ നടന്ന ഒരു അനാചാരത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ അവന്റെ വായ അടച്ചത് ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടുള്ള ആക്രമണത്തിലൂടെയായിരുന്നു. മാത്രവുമല്ല ഈ ഓരോ സ്വാശ്രയ കോളേജിനും അങ്ങാടി ഗുണ്ടകളുണ്ട്. ഗുണ്ടകളുടെ സാന്നിധ്യത്തിലാണ് കോളേജുകൾ നടത്തപ്പെടുന്നത്. കോട്ടയം മാറാക്കര എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനെതിരെ ശബ്ദിക്കുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കുന്നത് കോളേജിന്റെ പുറത്തു നിന്നും ഗുണ്ടകളാണ് എന്നതാണ് പുതിയ കണക്കുകൾ. പുതിയ ന്യൂസ് റിപ്പോർട്ടും പണം കൊടുത്ത് വിദ്യാർത്ഥികളെ കോളേജിൽ കയറ്റുന്ന മാനേജ്മെന്റുകൾക്ക് അവരോട് ചെയ്യേണ്ട കടപ്പാടുകളെ കുറിച്ച് തീരെ ബോധ്യമില്ല. നല്ലൊരു വിദ്യാഭ്യാസ രീതി അവർക്ക് നടപ്പിലാക്കുന്നത് അവർക്ക് തെറ്റിപ്പോയിരിക്കുന്നു. നല്ല ടീച്ചർമാരെ കുട്ടികൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നതിൽ മാനേജ്മെന്റുകൾക്ക് എന്നോ പേടിച്ചിട്ടുണ്ട്. ഒരു പണത്തെ മാത്രം കോളേജുകളിൽ നിന്നും ഇതൊന്നും നാം പ്രതീക്ഷിക്കേണ്ടതില്ല. കേരളത്തിലെ പൊതുവെയുള്ള സ്വാശ്രയ കോളേജുകളിലൊന്നും പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാമ്പ് മാത്രമാണ്. ഒരാളാണ് പ്രിൻസിപ്പളായിട്ട് കേരളത്തിലുള്ള സർവ സ്വാശ്രയ കോളേജുകളിലും നടന്നിരുന്നത്. ഇങ്ങനെയൊക്കെ മാനേജ്മെന്റിന്റെ പരമാധികാരമാണ് സ്വാശ്രയ കോളേജുകളുടെ ആധിപത്യം. അവിടെ പ്രിൻസിപ്പളിനോ ടീച്ചർമാർക്കോ വിദ്യാർത്ഥികൾക്കോ സ്ഥാനമില്ല. അവിടെ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല. അവിടെ മാനേജ്മെന്റിൽ അധിഷ്ഠിത രാഷ്ട്രീയ ഗുണ്ടായിസം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിലവാരത്തിനൊത്ത വിദ്യാഭ്യാസമാണ് വേണ്ടത്. പണത്തിലധിഷ്ഠിതമായ വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത്. പ്രൊഫഷണലിസ്റ്റുകളെ വളർത്തേണ്ടത്, ഗുണ്ടകളെയല്ല ക്യാമ്പസുകളിലേക്ക് വിളിച്ചു വരുത്തേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കേരളത്തിൽ എന്നോ പഠനം നടത്തേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.